സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക്. ഈ മാസം 13 മുതൽ അനിശ്ചിതകാലത്തേക്ക് അധ്യാപനം നിർത്തും. തുടർന്നുള്ള ആഴ്ച മുതൽ അടിയന്തരമല്ലാത്ത ചികിത്സകളും നിർത്തിവെക്കുമെന്ന് KGMCT അറിയിച്ചു. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ പോയ മാസങ്ങളിൽ പലവട്ടം സമര പ്രഖ്യാപനം, സൂചനാ സമരങ്ങൾ, പണിമുടക്ക്, അങ്ങനെ KGMCTയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം കണ്ടതാണ്. ഇപ്പോഴും പരിഗണിക്കപ്പെടാത്ത അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഗോകുല, ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, ശമ്പള DA കുടിശ്ശിക നൽകുക, ഒപ്പം ഈ അനാവശ്യമായ താൽക്കാലിക സ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ സംഘടനയായ KGMCT മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൽ അവർ കഴിഞ്ഞ ജൂലൈ മുതൽ സമരരംഗത്താണ്. സമരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ അവർ നടത്തി. ഏറ്റവും ഒടുവിൽ നടന്നത് റിലേ OP ബഹിഷ്കരണമാണ്. ആ റിലേ OP ബഹിഷ്കരണം നടക്കുന്നതിന്റെ ഇടയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടന്നിരുന്നു. ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു ഉറപ്പ്, ആ പ്രശ്നങ്ങൾ, അവരുടെ ഡോക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് ലഭിച്ചതായും ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടായില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതിനാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നതിന് സംഘടന നിർബന്ധിതമായിരിക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ജനുവരി 13 മുതൽ അനിശ്ചിതകാലത്തേക്ക് അധ്യാപനം നിർത്താനാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം അതിന്റെ തൊട്ടടുത്ത ആഴ്ച മുതൽ അടിയന്തരമല്ലാത്ത ചികിത്സകൾ നിർത്തിവെക്കാനും KGMCT തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 19 സെക്രട്ടേറിയറ്റ് ധർണ നടത്താനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യ ആരോഗ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നിങ്ങനെയുള്ളവ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ സർക്കാരിനോട് ഏതാണ്ട് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഈ സമരരംഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംഘടന ഇപ്പോൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി അലക്സ്, ഏതായാലും ആദ്യഘട്ടത്തിൽ അധ്യാപകനത്തിൽ നിന്ന് പണിമുടക്കാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് കടുത്ത നടപടികളിലേക്ക് പോകുമെന്നതാണ് KGMCTയുടെ മുന്നറിയിപ്പ്. ഏതായാലും രോഗികൾക്കും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും ബുദ്ധിമുട്ടുണ്ടാവാതെ, തടസ്സമുണ്ടാവാത്ത തരത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ചർച്ചകൾ പ്രതീക്ഷിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.